എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എന്ത് ബിരിയാണി? സാധാ ചിക്കൻ ബിരിയാണി. നമ്മൾ കുറേ കാലമായില്ലേ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറയുന്നത്. ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണിക്ക് എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്? ബിരിയാണിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ് ബിരിയാണി. തട്ടിക്കൂട്ട് ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല, അത് എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തട്ടിക്കൂട്ട് ബിരിയാണിയാണോ അതോ നല്ല ടൈം എടുത്ത് ചെയ്യുന്നതന്നെയാണോ? തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. പക്ഷെ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ചെയ്യണം. കാര്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനാദ്യം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുത്ത പേസ്റ്റ് ഇത് കുറച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തൈര്, എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി വെക്കും. നമ്മൾ 1 കിലോ അരിയാണ് എടുത്ത്, 1 കിലോ ചിക്കനാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതൊന്ന് അളന്നെടുക്കുകയാണ് നമുക്ക് വെള്ളം അറിയാൻ വേണ്ടിയിട്ട്. 2.5 മേതുണ്ട് അരി. പാത്രത്തിന് അപ്പോൾ ഇതിന് നമുക്ക് 5 പാത്രം വെള്ളം വേണം. ഈ ഇതിന് 5 പാത്രം, അതാണ് ഏകദേശം അളവ്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ കഴുകിയിട്ട് വെള്ളം വലിയ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. കേട്ടോ റോക്കിനെ കണ്ണായിട്ട് ഇതെന്ത് പറ്റിയതാ? എന്ത് പറ്റി കണ്ണിന്? എന്ത് പറ്റി അവന്റെ കണ്ണിന് കൂടിന്റെ എന്തോ ഒരു കമ്പി എന്തോ തട്ടിയിട്ട് പറ്റിയതാണ് ഇത്. നമ്മൾ ഡോക്ടറെ അടുത്ത് മരുന്നൊക്കെ ചോദിച്ചു, മരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു പെയിൻ കില്ലറും കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വേദന ഉണ്ടല്ലേ ബാബയ്ക്ക്? സാരില്ല, പോട്ടെ, മാറും കേട്ടോ. ന്ന് വിടാൻ പറ്റിയില്ല. എന്തുറ്റി എന്ത് പറ്റി വാവാ മല്ലു? കല്ലു മല്ലു, ഇത് കണ്ണൻ. ഹായ് 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 ഹായ്. ഈ ഇതിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 1 കിലോ അരിയും 1 കിലോ ചിക്കനും കറക്റ്റ് മിക്സ് ആക്കാൻ പറ്റിയ പാത്രമാണ്. നമുക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഡാൽഡയാണ്. ചിലർ ഓയിൽ ഒഴിക്കും, ഓയിലിനേക്കാളും ഇഷ്ടം ഡാൽഡ ആയതുകൊണ്ട് ഡാൽഡയാണ്. ഡാൽഡ കൂടാതെ നെയ്യ് ഒഴിക്കണം. ഡാൽഡേൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ്, ആ നെയ്യിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് വരുമ്പോൾ ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. കുറച്ച് നെയ്യ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണം നെയ്യ്.
ഇതിലേക്ക് ഇത് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ജീരകം, ഏലക്കായ ഇത്രയും സംഭവം കൊടുക്കുക. ഒട്ടും അതുകൊണ്ട് മാറി നിൽക്കാം. സവാള ചേർക്കാം. കുറച്ച് വിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില, അതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ്. കഴുകി വെച്ച് അരി ആദ്യം ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വലിയ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കരമായിട്ട് ഫ്രൈ ആകും വേണ്ട, എന്നാലും നമുക്ക് ചോറ് കുഴഞ്ഞു പോകാതെ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച പോലെ. ഉമ്മയാണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വയ്ക്കാം ആവശ്യത്തിന്. അപ്പം അത് അളന്ന് വെച്ച വെള്ളം കേട്ടോ. അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം. നമുക്കിതിലേക്ക് നാരങ്ങ, ഞാനൊരു ചെറിയ നാരങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു നാരങ്ങയാണ് എടുത്തത്. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബിരിയാണി മസാല കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതാട്ടോ, എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല ചെയ്യുക. ഇവിടെ ഇവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ. പിന്നെ റൈസിന് കണക്കായിട്ടുള്ള ഉപ്പിടാം. ഓവറാവണ്ട, കാരണം നമുക്ക് മസാലേൻ്റെ അതുകൂടി വരുമ്പോൾ വരുമല്ലോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഒരു ഹാഫ് ആവുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നുകൂടി ഒന്നൊന്ന് മിക്സാക്കി. തന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. അവിടെ ഹാഫ് വേവാകുന്ന സമയത്ത് ഒന്നുകൂടി ഇളക്കി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് ഇതിനെ ഇവിടെ ബഹളോ എന്തിനാ എന്താ റോക്കി? സമയം 1 മണി ആയതിന്റെ അലാറം അല്ലേ? പിന്നെ മുറുക്കി കെട്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ലൂസാക്കിയിട്ടാല് അവന്റെ അടുത്തെത്തും. പിന്നെ 2 കഴുത്ത് വലിഞ്ഞ അടിയും അല്ലേ? ഇതിലുള്ള ഇത് ഞാൻ കാണിച്ചത് കണ്ടോ. അപ്പൊ ഞാൻ വലിച്ചു കിട്ടിയതാണ്, അവന്റെ അടുത്തെത്തി. മസാലയാക്കാം. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്, കാരണം ഇവിടെ എല്ലാവർക്കും നല്ലോണം ഗ്രേവി ആവശ്യമാണ്. പിന്നെ നല്ലോണം വെന്ത് കുഴയണം, അതുകൊണ്ട് കുക്കറിൽ വെക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിരിക്കുന്നു. നമ്മൾ ഈ ഇതിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ആ മസാലേൻ്റെ ബാക്കിയാണ്. ആവശ്യമുള്ളത് എടുത്തിട്ട് പകുതി അതിലേക്ക് വെച്ചതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പുതിനയില, വെളുത്തുള്ളി ഇതെല്ലാം കൂടി. കുരുമുളക് ഇട്ടാൽ നല്ലതാണ്, ഞാനിപ്പോൾ
മൊത്തത്തിൽ ഇട്ടിട്ടില്ല, ഇത് ഓവറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇവർക്ക് നമ്മൾ നെയ്ച്ചോറിന് കറി കൂട്ടുന്ന പോലെ മസാല വേണം. മസാല കുറവാണെങ്കിൽ മസാല കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഉപ്പിട്ട് കൊടുക്കുക. മസാല കുറവാണെന്ന് പറയുന്ന ആളാരാ മെയിനായിട്ട്? അത് ഈ തന്നെ ഗോകുലും മാമനൊക്കെ അത് മസാല വേണം. മസാല വേണ്ടാതെ വെള്ള കളറിൽ കണ്ട ഒറ്റ ആളുള്ളൂ. അതിവിടെ ചോറൂട്സിന്റെ സ്വന്തം വെള്ള കളറിലൊക്കെയാണ് റൈസ്. പിന്നെ മസാല എന്ന് പറഞ്ഞാൽ സൈഡിൽ ലേശം വെച്ചിട്ട് ചിക്കൻ മാത്രം എടുത്ത് വയ്ക്കും. ആരായിരിക്കുന്നേ? നിരാദേവി. ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചട്നി ആക്കാനായിട്ട്, ചമ്മന്തി ആക്കാനാണ്. പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, പുതിന, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അരക്കും. ശരിക്കൂല, നല്ല മഴ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 3 തക്കാളിൻ്റെ എടുത്തിട്ട്, പിന്നെ തൈരിലാണല്ലോ മാഗ്നേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു പുളി ഉണ്ടാവും. ഇനി പോരെങ്കിൽ നമുക്ക് തൈര് തന്നെ ഒഴിച്ച് കൊടുക്കാം. പുളി പോരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മതിയാവും, കാരണം 1 കിലോ അല്ലേ. പിന്നെ നമ്മളിവിടെ കിട്ടുന്ന തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. നമുക്ക് അവിടെ കിട്ടുന്ന തക്കാളി എത്ര ഇട്ടാലും പുളിയില്ലാത്ത മറ്റേ എന്താ പറയുക, അലിയെ ചെയ്ത് കുക്കറിലിട്ട് അടിക്കണം വേണമെങ്കിൽ, അങ്ങനത്തെ തക്കാളി കിട്ടും കണ്ണൂർ. അങ്ങനത്തെ തക്കാളി കിട്ടാൻ കുറച്ച് പണിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെക്കാറുണ്ട്. മസാലകൾ കേട്ടോ, എന്തൊക്കെ മസാല? ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല, കുറച്ച്. കാരണം ബിരിയാണി മസാലയിലെല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ നല്ലോണം മറ്റേ എന്താ പച്ചമുളക് എന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടമുളകാണ്, നല്ല എരിവുണ്ടാവും. അത് നല്ലോണം എടുത്തിട്ടുണ്ട് പച്ചമുളക്. അതുകൊണ്ട് ഓവർ വേണ്ട, എരിവ് അധികം ആയാലും ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മതി. അധികം ആരും അങ്ങനെ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് മല്ലിപ്പൊടി ഇടും. അതാണ് എൻ്റെ ബിരിയാണീൻ്റെ പ്രത്യേകത. എൻ്റെ ചേച്ചിയൊക്കെ വെക്കുമ്പം മല്ലിപ്പൊടി ഇടുന്നുള്ള അത്ഭുതം. ഒരു മല്ലിപ്പൊടി ഇടാറില്ല. ഒരു നല്ലോണം മുളക് പൊടി ഇടും, പക്ഷേ ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ. മുളക് പൊടി കുറച്ച് കേട്ടോ, കാരണം എരിവ് അത്യാവശ്യം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഞാൻ കുടഞ്ഞിട്ടാണ്, ഒരു സ്പൂണും ഇട്ടിട്ടില്ല. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം യോജിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഉപ്പൊക്കെ ചേർത്തതാണ്, അതുകൊണ്ട് ഉപ്പ് അധികം ചേർക്കേണ്ടതാണ്. നോക്കിയിട്ട് പിന്നെ റൈസിൽ ഉപ്പുണ്ടാവും. ഇനി മെയിൻ ബിരിയാണി മസാല ഉണ്ട്. നല്ല നല്ല മണമുള്ള മസാല കേട്ടോ. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച തൈര് കൂടി ഇതിൽ ഓൾറെഡി എല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളൊന്നും ചേർക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്യാവശ്യം കുറച്ച് നല്ല ഗ്രേവി ഉണ്ടാവും കേട്ടോ, കറി പോലെ ഉണ്ട്. പക്ഷേ ആ ഗ്രേവി ഞാൻ റൈസിലേക്ക് ചേർത്ത് ചെയ്യാം. ഇതിലേക്ക് നല്ലോണം റൈസിൽ ഇങ്ങനെ ഗ്രേവിയിൽ ഇതാക്കണം. നല്ലൊരു മണം വരുന്നില്ലേ അപ്പോൾ? ഇത് ഞാൻ കുക്കറിലിടുന്ന എന്തിനാണെന്നറിയോ, ഇത് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കേണ്ട സംഭവമാണ്. പക്ഷേ ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവർക്ക് നല്ലോണം ഗ്രേവി വേണം. എന്നിട്ട് ആ ഗ്രേവി റൈസിലേക്ക് ഒഴിക്കണം. ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ ഇഷ്ടം. അതുകൊണ്ട് ഇവർക്ക് പുറമേ നിന്ന് എവിടുന്ന് കഴിച്ചാൽ ഇവരുടേതായ ഒരു ടേസ്റ്റ് വരും. അങ്ങനെ വേണ്ടിയിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നു, അത് കുറവുണ്ട്, ഇത് കുറവുണ്ട്.
അപ്പോൾ ഇതേ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. ഇത് നമ്മൾ സാധാ കോഴിക്കോടൻ ബിരിയാണി ഒന്നും പറയുന്നില്ല, ഇത് നമ്മൾ ഗോകുലമാസ് ബിരിയാണി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത്തിരി നല്ലോണം നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് റൈസിലേക്ക് നമുക്ക് നട്ട്സിൻ്റെയും കിസ്മിസിൻ്റെ ഒക്കെ കൂടെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇവർക്ക് നല്ലോണം എല്ലിൻ്റെ മൂന്ന് ചിക്കൻ വേറിട്ട് വരണം. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിലിടുന്നത്. പിന്നെ നല്ല ഗ്രേവി വേണം. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഇടണം. ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും സംഭവങ്ങൾ. കുറച്ചുപ്പ്. ഇതിൽ ശരിക്കും കുറച്ച് തേങ്ങ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. കത്തിരിക്ക അത് ചില സ്ഥലത്ത് ചെയ്യും, നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കണ്ണൂരൊക്കെ. അത് ഈ പെരുന്നാളിനൊക്കെ ബിരിയാണി ആക്കുമ്പോൾ അങ്ങനെ എല്ലാം കുറച്ച് തേങ്ങ അങ്ങനെ ചതച്ചിട്ട് ഓവർ അരയ്ക്കില്ല, കുറച്ച് ഒരു പിടി എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ചേർക്കും. പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ്. ഓക്കെ, ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, വിനാഗിരി, ഉപ്പ്. പിന്നെ നമ്മൾ മറ്റേ പൊടിച്ച അതിലാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഉണ്ടാവും. ചെറിയ കഴുകിയിട്ടില്ലല്ലോ. ചിക്കൻ്റെ അവസ്ഥ എന്താണ് ഈ ഒരു വെള്ളമാണ് ഇവിടെ ആവശ്യം. ഇതാണ് ഫൈനൽ സ്റ്റേജിൽ. നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെക്കണം. നമ്മൾ അതിലേക്ക് നമുക്ക് നെയ്യിൽ ഒഴിച്ചിട്ട് നല്ലോണം ഇറക്കി കൊടുക്കാം. മൊത്തത്തിൽ നെയ്യാകാൻ വേണ്ടിയിട്ട്. നെയ്യ് നമ്മൾ ഓൾറെഡി ചോറിൽ ചേർത്തിക്കുന്നു. എന്നാൽ ഈ വറുത്തിട്ടെടുത്തതിൻ്റെ നെയ്യ് ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. നമ്മളിനി വൈറ്റ് റൈസ് കുറച്ച് ഇതൊക്കെ മിക്സിൻ്റെ ഗ്രേവി മിക്സ് ആക്കുന്നതിൻ്റെ മുമ്പേ കുറച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. വൈറ്റ് റൈസ് ഇഷ്ടമുള്ള ആൾ ചെയ്താൽ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ.